أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صراط الذين أنعمت عليهم നീ അനുഗ്രഹം നൽകിയവരവർ ഗൈറിൽ മഗ്ദൂബി അലൈഹിം കോപത്തിന് പാത്രമായവരുടെ വഴിയല്ല വലദ്ദാല്ലീൻ വഴി തെറ്റിപ്പോയവരുടേതുമല്ല. ശരിയായ ഒരു വിവരമില്ലാതെ തെറ്റിദ്ധരിച്ച് പിഴച്ചു പോയ കൂട്ടർ കൂടുതൽ നന്മയും പുണ്യവും ആഗ്രഹിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുക. അത് ശരിയായ വഴിയല്ലാത്തത് കൊണ്ട് അത് തള്ളപ്പെട്ടതുമാണ്. അത്തരം കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാതെയും സുഖമായി കിടന്നുറങ്ങാതെയും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ തടയുക. ഈ പൗരോഹിത്യവും സന്യാസവും ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച് നടത്തി വരുത്തിയതാണ്. അവർക്ക് കേവലം സദുദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ചിലർ നേരം പുലരുന്നതുവരെ തീരെ ഉറങ്ങാതെ നമസ്കാരത്തിൽ മുഴുകുവാനും, വേറെ ചിലർ കൊല്ലം മുഴുവൻ നോമ്പ് നോക്കുവാനും, ചിലർ ബ്രഹ്മചര്യം ആചരിക്കാനും ആലോചിച്ചു. നിഷ്കളങ്കമായ നിലയിൽ അതിപുണ്യമാണ് അവർ ആഗ്രഹിച്ചത്. ഇതൊക്കെ വഴികേടാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്തത് വ്യക്തമാക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിക്കാത്തതും ഉപദേശിക്കാത്തതുമായ ആചാരങ്ങളൊക്കെ വഴികേടാകുന്നു. അങ്ങനെയുള്ള മതപരമായ ആചാരങ്ങളൊക്കെ ദുർമാർഗങ്ങളാകുന്നു. അങ്ങനെയുള്ള ചിലതിൽ വ്യക്തമായ മതവർജനവുമുണ്ട്. പുണ്യത്തിനു വേണ്ടിയാണത്രേ അത് ചെയ്യുന്നത്. തനി വിപരീത ഫലമാണ് ഉണ്ടാവുക. ഉദാഹരണം, തനിച്ച ശുദ്ധിയും കുറ്റവും നിറഞ്ഞതും ആളുകളെ കാപ്പറാക്കാൻ വേണ്ടി പിശാച് നടത്തി വരുത്തിയതുമായ മുഹീദ്യന്മാരാണ്. ഒരു തെറ്റും കൂടാതെ പാടിയാൽ സ്വർഗത്തിൽ ഉയർന്ന മാളിക അല്ലാഹു കൊടുക്കുമെന്ന് കാവ്യങ്ങളുമായിരുന്നു. മൊഴിയൊന്നും കുലയാതെ കളയാതെ ചെന്നവർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുന്നു. ഇത്ര വലിയ ഹിമാലയൻ കളവ്, മനുഷ്യൻ ചെയ്ത സർവ്വപുണ്യവും തകർത്ത് കളയുന്ന മഹാകളവിൻ്റെ ഈ മാല സത്യസമ്പൂർണമാണെന്നാണ് ചിലർ പറയുന്നത്. ഇതിനേക്കാൾ തെളിഞ്ഞ വഴികേട് വല്ലതുമുണ്ടോ? ഇത്തരം വഴികേടിൽ പെട്ടുപോകാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു കൽപ്പിച്ചു. ആ പ്രാർത്ഥനാവാചകം ഇവരും നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമുദായത്തിൻ്റെ അവസ്ഥ അതിദയനീയം തന്നെ. ഈ സമുദായം എങ്ങനെ രക്ഷപ്പെടും? കോപത്തിന് പാത്രമായവർ ജൂതരും വഴിതെറ്റിയവർ ക്രിസ്ത്യാനികളുമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം, നസായി റഹ്മത്തുള്ളാഹി തുടങ്ങിയവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നമസ്കാരം എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ രണ്ട് പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നുവെന്നും എൻ്റെ അടിമ ചോദിക്കുന്നത് അവന് ലഭിക്കുമെന്നും അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. അവൻ അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി. അവൻ മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി. അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കാര്യമാണ്. എൻ്റെ അടിമ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും, ഇത് എൻ്റെ അടിമക്കുള്ളതാണ്. അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. ഈ സൂറത്ത് ഓതിക്കഴിയുമ്പോൾ അതോട് ചേർന്ന് ആമീൻ എന്ന് ചൊല്ലണം. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയിരുന്നതായി ബുഖാരി 750 രേഖപ്പെടുത്തിയ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ നീട്ടി ചൊല്ലിയിരുന്നതായും ഉറക്കെ ചൊല്ലിയിരുന്നതായും ഹദീസുകളുണ്ട്. ഉറക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിൽ ഇതൊരു പ്രബലമായ സുന്നത്തുമാണ്. ഇമാമിനോടൊപ്പം മഅ്മൂമുകളും ആമീൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയുക. കാരണം ഒരാൾ ആമീൻ പറയുന്നത് മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു വന്നാൽ അവന് അവൻ്റെ മുൻകഴിഞ്ഞ പാപം കൊടുക്കപ്പെടും.